ഞാൻ ആലോചിക്കുന്ന ആ ഒരു സാധനം ഞാൻ എവിടെയും ഹൈലൈറ്റ് ചെയ്യാറില്ല. ചില ഒരു മനുഷ്യനെ അനുഭവിച്ചാലാണ് അവൻ അതിനൊരു സ്ട്രോങ് ആയിട്ട് പഠിച്ച് അതിൽ നിന്ന് പറ്റുള്ളൂ. വെച്ചാൽ നമ്മൾ ബോൾഡ് ആവുക, ഇൻഡിപെൻഡന്റ്ലി നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ ഒരു ജേണി എന്നാണ് ഒരു മനുഷ്യർക്ക് വിശ്വസിക്കുന്നത്. മസ്റ്റ് നീഡ് ടു ബി. അതാണ് മറ്റുള്ളവർ ഇൻസ്പയർ ചെയ്യുന്നത്. ആസ് എ വ്യക്തി ഞാൻ ചെയ്യുന്ന പരിപാടിയോ അല്ലെങ്കിൽ ഒരു ആർട്ടും തമ്മിൽ റിലേഷൻ ഉണ്ട്. ബട്ട് ഇൻ ദി സെൻസ് റിയലും ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഐ സ്ട്രോങ്ലി ബിലീവ്. കാരണം വെച്ചാൽ എന്റെ ലൈഫിൽ വളരെ കുറച്ച് സർക്കിൾ, ഇപ്പൊ ഈ പറഞ്ഞ കുറെ ആൾക്കാർ ഇതിനു മുന്നേ സെയിം സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കാവുന്ന പൂതിണ്ട്. അറ്റ് ദ സെയിം ടൈം വർക്ക് ചെയ്യണം, പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് പണിയെടുക്കണം. പണിയെടുക്കണോ, വരുമാനം വേണം. പക്ഷെ ഇപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു അല്ല ഞാൻ പറയലുണ്ടല്ലോ. എനിക്ക് ഇപ്പൊ ശരി നമ്മളെ ഫാമിലി അല്ലെങ്കിൽ ആ ഒരു സംഭവമൊക്കെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ നമ്മളോട് ആരും ഒരു ജഡ്ജ് ചെയ്യാനോ അതിനോ ആരുമില്ല. ആർട്ട് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ എഴുതാനും ഞാനുള്ള കമ്പോസ് ചെയ്യാൻ പാടാ. ഒരു മൈക്ക് ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഡു വാട്ട് എവർ. എനിക്ക് സ്പോട്ടിഫൈയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ ഇത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ അതിലൂടെ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ഇതിന്റെ പുറത്തോട്ട് പോയിട്ട് ഇപ്പൊ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജസിലോട്ടോ ഒക്കെ റാപ്പർ അങ്ങനെ ഏതെങ്കിലും സോങ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നു? എനിക്ക് കൊളാബറേഷൻസ് ആയിട്ട് കുറച്ച് അറബ് UAE ബേസ്ഡ് ഇന്ന അറിയുന്ന കുറച്ച് റാപ്പേഴ്സ് ഉണ്ട്. അതേ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആൾക്കാർ. അപ്പൊ അവരായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഹിന്ദി ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റിലേക്ക് പേര് ഞാൻ പറയാത്തത് പ്രോസസ്സിംഗിലാണ്, ഓൺ ഗോയിങ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞുണ്ടാവും. പിന്നെ എക്സൈറ്റിംഗ് ആയിട്ട് കാണുന്ന പ്രൊജക്ട് ഞാൻ ഫസ്റ്റ് ഡെബ്യൂന്റെ ഒരു ഹിന്ദി ട്രാക്ക് ഞാൻ റിലീസ് ചെയ്യുന്നുണ്ട് ആസ് എ കമ്പോസറും വോക്കലിസ്റ്റും. സോളോ മസ്ത് കലന്തർ എന്നാണ് ആ പാട്ടിന്റെ പേര്. അതൊരു ഋഷി റോയ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു 3 to 4 ട്രാക്സ് വർക്ക് ചെയ്തു. ഓനൊരു വെസ്റ്റ് ബംഗാൾ അവിടെയൊക്കെ ഉള്ള ഒരാളാണ്. ഓന് ഡൽഹി സെറ്റിൽഡ് ആണ്. അടിപൊളി പ്രൊഡ്യൂസർ, മ്യൂസീഷ്യൻ, ലിറിസിസ്റ്റ് എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ഓനായിട്ടൊരു 3 ട്രാക്ക് ഉണ്ടായാലും ഓനെ പ്രൊഡ്യൂസ് ചെയ്തോളൂ. അടിപൊളി. പക്ഷെ എത്ര സോങ് വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഡബ്സിയുടെ ഹിറ്റ് ആയത് മലർക്കൊടി എന്ന് പറയുന്ന സോങ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. സോ അത് ഇപ്പോഴും ഒരു അതിനോട് പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ടായിരിക്കും അതിന്റെ വേറൊരു വേർഷൻ ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. ഞാനെന്നുള്ള ഞാൻ പിന്നെയും പറഞ്ഞു അവിടുന്ന് കിട്ടണ എടുത്തിട്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഞാൻ എന്റെ പണികൾ അതിൽ എടുക്കുന്നുണ്ട്. എന്റെ ഒരു സിഗ്നേച്ചർ രീതിയിൽ ഞാൻ കൊണ്ടുവിടാം. ഒരു പണിക്കാരെന്നുള്ള എനിക്ക് ചെയ്യാറുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ചോദിക്കുമ്പോഴേ ചില പാട്ടിന്റെ ഇടയിൽ നമ്മളിങ്ങനെ അല്ലെങ്കിൽ എന്നുള്ള സാധനം കേടുന്നതാണ്. അതിന്റെ ബേസ് എന്താ വെച്ചാൽ ഇതിപ്പോ കൽബും കട്ടി ഒരു ട്രാപ്പ് ജോണറിലുള്ള ഒരു മ്യൂസിക് ആയിരുന്നു. അപ്പൊ അതിലേക്ക് ഒരു മണ്ണിന്റെ സാധനം കേറുമ്പോ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ സാധനങ്ങൾ തമ്മിൽ സിങ്ക് ആവണത് ഉറപ്പുവരുത്തലാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എടുക്കേണ്ട പണി ഫസ്റ്റ്. അപ്പൊ അങ്ങനെ സിങ്ക് ആവണതിനെ നല്ല സെലക്ഷൻ ഉണ്ടാവണം ഒരു ആർട്ടിസ്റ്റിനെ വിശ്വസിക്കുന്നു. എന്തിനെടുക്കണം എന്തിനെടുക്കണ്ടെന്നുള്ളത്